നമസ്കാരം. അമേരിക്കയിലെ പല പ്രധാന നഗരങ്ങളും ഇന്ന് ചാരക്കൂമ്പാരമാണ്. ലോസ് ഏഞ്ചൽസിലെ നഗരങ്ങളെ വിഴുങ്ങിയ കാട്ടുതീ ആളി പടരുകയാണ്. ലോകരാജ്യങ്ങളിൽ പ്രധാനിയായ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ കാട്ടുതീ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോക നേതാവ് കളിക്കുന്ന അമേരിക്കയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത്. അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിലെ വൻതീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരണ്ട പുൽമേടുകളുള്ള സാന്റ ആനയിൽ റെഡ് അലർട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ 89,000 പേർക്ക് കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. ലോസ് ഏഞ്ചൽസിലും സതേൺ കാലിഫോർണിയ കൗണ്ടികളിലുമായി 8,500 അഗ്നിശമന സേനാ അംഗങ്ങളാണ് രക്ഷാദൗത്യത്തിലുള്ളത്. നദീതടങ്ങളിലെ ഉണക്ക പുൽമേടുകളിൽ പടരുന്ന തീ കാറ്റിൽ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആളി പടർന്നേക്കുമെന്നതാണ് വലിയ ഭീഷണി. 100,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ച കാട്ടുതീയിൽ 24 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ഇതിനോടകം തന്നെ 12,000 കെട്ടിടങ്ങൾ നശിച്ചു കഴിഞ്ഞു. തീ ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കിയ പാലിസൈഡിൽ 23,713 ഏക്കറാണ് കത്തിയത്. ഈറ്റണിൽ 14,117 ഏക്കറും ഹേസ്റ്റ് കെനത്ത് മേഖലകളിലെ തീ അണച്ചിട്ടുണ്ട്. തീ പടർന്നതുമായി ബന്ധപ്പെട്ട് 10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ദുരന്തത്തിനിടെ കവർച്ചാ ശ്രമത്തിന് 9 പേരെയും പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ലോസ് ആഞ്ചൽസിലെ അസ്യൂസയിൽ മരത്തിന് തീവയ്ക്കാൻ ശ്രമിച്ച ഒരാളും പിടിയിലായി. തീയണയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നൽകാത്തതിന്റെ പേരിൽ ലോസ് ഏഞ്ചൽസ് ജലവകുപ്പിനെതിരെ നാട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച തീ പടരുമ്പോൾ ജലവകുപ്പിന്റെ സംഭരണിയിൽ വെള്ളമില്ലായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലേക്ക് അധിക ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡെമോക്രാറ്റുകൾ ഭരണത്തിലുള്ള കാലിഫോർണിയയിൽ ദുരന്ത നിവാരണ നടപടികളിൽ ഉദാസീനതയുണ്ടാക്കുന്നെന്ന് ആരോപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച അധികാരമേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ദുരന്തമേഖല സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. ചില ബാങ്കുകൾ ഭവന വായ്പാ തിരിച്ചടവുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓസ്കാർ നാമനിർദ്ദേശങ്ങളുടെ പ്രഖ്യാപനം 17-ന് നടത്താനിരുന്നത് 23-ലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ മാർച്ച് 2-നാണ് ഓസ്കാർ നിശ. കാട്ടുതീയിൽ മുതിർന്ന ഹോളിവുഡ് നടി ഡാലിസ് മരണപ്പെട്ടു. ഓർട്ടഡീനയിലെ കത്തിയമർന്ന വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ സീസൺ. വരണ്ട കാലാവസ്ഥയാണ് അതിനാധാരം. വർഷത്തിൽ പരമാവധി 78 വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. തെക്കൻ കാലിഫോർണിയയിലെ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയാണ്, പ്രത്യേകിച്ച് പസഫിക് പാലിസൈഡ്സിലേത്. മഴ ലഭ്യമല്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും. അതേസമയം വർഷാവസാനത്തിൽ ശൈത്യവും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനാൽ കാട്ടുതീകൾ താരതമ്യേന കുറവാണ്. 2021 ഒഴിച്ചു നിർത്തിയാൽ ജനുവരി മുതൽ മാർച്ച് വരെ വലിയ തീ മുന്നറിയിപ്പ് ഉണ്ടാകാറില്ല. എന്നാൽ 2012 മുതൽ 2024 വരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് 2025 ജനുവരി 9-ന് സംസ്ഥാനത്തുണ്ടായത് 60 ഫയർ അലർട്ടുകളാണ്. ഏകദേശം 40 മടങ്ങ് കൂടുതലാണ്. 8 മാസമായി ലോസ് ഏഞ്ചൽസിലേക്ക് മഴ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശരാശരി താപനില പരമാവധി 62.24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.